ഹായ് ഓൾ, വെൽക്കം ടു നൈനാസ് കിച്ചൺ. ഞാനിന്ന് കാണിക്കുന്ന റെസിപ്പി ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പെർഫെക്റ്റ് ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റേതായ ഒരു റെസിപ്പി ആണ് കാണിക്കണം. പക്ഷേ ഈ റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ കുറേ നാളായിട്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്ന റെസിപ്പിയാണ്. പല യൂട്യൂബ് റെസിപ്പീസും കണ്ട് പിന്നെ എൻ്റെതായ ഒരു മെത്തേഡിലേക്ക് ഞാൻ മാറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫുൾ പ്രൂഫായിട്ട് നല്ലൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ പെർഫെക്റ്റ് ബട്ടർ ചിക്കൻ ഈ റെസിപ്പിയോട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിനി റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്കൊന്ന് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. അതിൽ 1 കിലോ ചിക്കൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട് ഇതിൻ്റെ മെഷർ മാറ്റിയാൽ മതി. ഇപ്പോൾ കറക്റ്റ് 1 കിലോ ചിക്കൻ ഉണ്ട്. ഞാൻ വളരെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയുള്ള പേസ്റ്റാണിത്. 1.5 ടേബിൾ സ്പൂൺ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് 3/4 ടേബിൾ സ്പൂൺ, വലിയ സ്പൂണിൽ 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും മാത്രമേ നമുക്ക് നമ്മുടെ മാരിനേഷൻ ആവശ്യമുള്ളൂ. പൊടികൾ പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ, നമ്മുടെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ. പിന്നെ 3 ടേബിൾ സ്പൂൺ തൈര് വേണം. പിന്നെ ഇതിൽ വേണ്ടത് ചാറ്റ് മസാലയാണ്. ഇതൊരു 1/3 ടീസ്പൂൺ, അതായത് നമ്മുടെ ഒരു ടീസ്പൂൺ, ചെറിയ സ്പൂണിന്റെ ഒരു 1/3 ഭാഗം എടുത്താൽ മതി. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യണത്. ഇനി നമുക്ക് എങ്ങനെ മാരിനേഷൻ എന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചിക്കനിലേക്ക് നമ്മൾ അളവ് പറഞ്ഞ 3 ടേബിൾ സ്പൂൺ തൈര്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട് ഇതിന്റെ മെഷർ കൂട്ടി കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ 1.5 കിലോയുടെ കോഴിക്കാൻ ഒരു 4 ടേബിൾ സ്പൂൺ തൈരൊക്കെ വേണ്ടി വരും. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ മുളക് പൊടി, ഇത്രയും സംഭവങ്ങൾ ഇതിലേക്ക് ചേർക്കാം. ഇത് കൂടാതെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്ന് പറയുന്നത് ഈക്വൽ എമൗണ്ട് ഇഞ്ചിയും ഈക്വൽ എമൗണ്ട് വെളുത്തുള്ളി എടുത്തിട്ട് ഞാൻ അരച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയും ടേസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പോവരുത്, ഒരേ എമൗണ്ടിൽ എടുക്കുക. അപ്പം ഇഞ്ചി വെളുത്തുള്ളി സെപ്പറേറ്റ് വേറെ അരക്കുകയാണെങ്കിൽ നിങ്ങൾ 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും 3/4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും ചേർത്താൽ മതി. കറക്റ്റ് ആയിട്ട് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയണത്. ഞാനിത് പറഞ്ഞ പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ ചിക്കൻ ഇതിൽ കിട്ടും. എൻ്റെ ഫുൾ പ്രൂഫ് റെസിപ്പിയാണ്. ഞാനിത് എപ്പോഴും ഉണ്ടാക്കുന്ന വിജയിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഇനി വേണ്ടത് നമ്മുടെ ചാറ്റ് മസാല ഇട്ട് കൊടുക്കാം. അപ്പൊ ചാറ്റ് മസാല ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്ലാക്ക് സോൾട്ട് ഒക്കെ ചേർക്കുന്നതുകൊണ്ട് ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കറക്റ്റ് ആയിട്ട് കിട്ടും. കണ്ടോ, വളരെ കുറച്ചേ ഞാൻ ചേർക്കണുള്ളൂ. ഒരു 1/3 ടീസ്പൂൺ അത്രേ ഞാൻ ചേർക്കണുള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ടത് ഓയിൽ ഒഴിക്കാം. ഏതെങ്കിലും സൺഫ്ലവർ, വെളിച്ചെണ്ണ ചേർക്കിയത് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ, സൺഫ്ലവറോ അങ്ങനെ ഏതെങ്കിലും വെജിറ്റബിൾ, ഏതെങ്കിലും ഒരു ഫ്ലേവർ ഇല്ലാത്തൊരു ഓയിൽ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കും. അപ്പം നിങ്ങൾക്ക് ചിക്കൻ കണ്ടാൽ അറിയാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ എല്ലായിടത്തേക്കും ഒരേപോലെ ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അതിനുശേഷം ഇത് ഒരു 2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഇത് മാറ്റി വെക്കണം, ഒന്ന് മാരിനേഷൻ പിടിക്കാനായിട്ട്. പിന്നെ വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റണത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്താണ് നമ്മൾ ഈ ബട്ടർ ചിക്കൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഓവർനൈറ്റ് മാരിനേഷൻ ചെയ്താലും നല്ലതാണ്. തലേ ദിവസം തന്നെ ഇത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്താൽ മതി. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു ക്ലിംഗ് ഫിൽ വെച്ചോ എന്തെങ്കിലും വെച്ച് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് നമ്മുടെ മാരിനേഷൻ ചിക്കനിലേക്ക് പിടിക്കും. ഇപ്പം ഞാൻ ഒരു മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും ഇത് മാറ്റി വെക്കണം. ഇപ്പം ഞാനിത് 2 മണിക്കൂർ മാറ്റി വെക്കേണ്ടത്. അതിനുശേഷം നമുക്ക് കറി ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇനി നമുക്ക് ഗ്രേവിക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് 3 തക്കാളി വേണം. വലിയ 3 തക്കാളിയാണ് ഞാൻ എടുത്തേക്കണം. 1 കിലോ ചിക്കൻ്റെ അളവിനാണ് കേട്ടോ ഈ 3 വലിയ തക്കാളി എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നമ്മൾ ഫുഡ് കളർ ഒന്നും ചേർക്കണില്ല, ഞാൻ നോർമൽ ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1 പീസ് ബീട്രൂട്ട് ചേർക്കുന്നുണ്ട്. അത് ടൊമാറ്റോ അരക്കണതിൻ്റെ ഒപ്പം അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ബട്ടർ ചിക്കനിൽ സവാള എന്ന്. പക്ഷെ നിങ്ങൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു ഗ്രേവി ആയിരിക്കും. നമുക്ക് ഗ്രേവി കിട്ടും, ഒപ്പം തന്നെ തക്കാളിയുടെ പുളി ഒന്ന് ബാലൻസ് ആയി കിട്ടും. അപ്പോൾ ഇതൊരു ഒരു ചെറിയ സവാള ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പൊടികൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല വേണം. ആവശ്യത്തിനുള്ള ഉപ്പ്, വളരെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഇത് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. ഇത് ഞാൻ നേരത്തെ മാരിനേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഈക്വൽ എമൗണ്ട് എടുത്തിട്ട് അരച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തന്നെയാണ്. 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. പിന്നെ ഒരു 1/2 കപ്പ് കാഷ്യൂനട്ട്, നമ്മുടെ ഗ്രേവിക്ക് ഒരു തിക്നെസ്സും ക്രീമി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് നമുക്ക് അരച്ച് ചേർക്കാം. ഫ്രഷ് ക്രീമിന്റെ കൂടെ അരച്ച് ചേർക്കാനായിട്ട് ഒരു 1/2 കപ്പ് കാഷ്യൂനട്ട് വേണം. അതിന്റെ കൂടെ തന്നെ ഒരു 3/4 കപ്പ്
ഫ്രഷ് ക്രീമും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് കസൂരി മേത്തി വേണം, അതായത് ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചത്, ഇത് ഒരു ടീസ്പൂൺ വേണം. അപ്പൊ ഗരം മസാലയും നമ്മുടെ കസൂരി മേത്തിയും ഞാൻ ഗരം മസാല 3/4 ടീസ്പൂണും നമ്മുടെ കസൂരി മേത്തി 1 ടീസ്പൂണും പറഞ്ഞിട്ടുണ്ട് അളവ്. ഇത് ഒരുമിച്ചല്ല ഇടുന്നത്, ആദ്യം കുറച്ചിട്ടതിന് ശേഷം പിന്നെ ബാക്കി ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലാണ് ഇടുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ബാക്കി പ്രൊസീജിയർ എങ്ങനെയാണെന്ന് കാണാം. ഇനി നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ വേണം. പിന്നെ നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ യൂസ് ചെയ്യാറുണ്ട്. ഈ 1.5 ടേബിൾ സ്പൂൺ ബട്ടറിന് പകരം ഗ്രില്ല് ചെയ്യണത് നിങ്ങൾക്ക് ഓയിലില്ല, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലിൽ ഗ്രില്ല് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിപ്പോൾ ബട്ടറിൽ തന്നെയാണ് ചെയ്യണത്. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഈ 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ചിക്കൻ വലിച്ചെടുക്കൂല, അത് പാനിൽ തന്നെ ഉണ്ടാവും. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ പറ്റും. ആ ചിക്കൻ്റെ നെയ്യിൽ തന്നെ കിടന്ന ചിക്കൻ ഗ്രില്ലായി കിട്ടും. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ മാഗിയുടെ ടൊമാറ്റോ സോസ് വേണം. ഞാൻ പറഞ്ഞില്ല, ഇത് പക്ക റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ ചിക്കൻ്റെ ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൽ 1 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി വേണം. അപ്പോൾ ഈ കറിക്ക് നമ്മുടെ തക്കാളിയുടെ പുളിയും എല്ലാം കൂടി ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഷുഗർ ഈ അളവിന് കറക്റ്റ് ബാലൻസ് ആണ്. അപ്പൊ നമുക്കിനി ബാക്കി ചിക്കൻ ഗ്രില്ല് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഞാനൊരു പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും ചെയ്യാം, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് വേണം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ 2 രീതിയിലും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ, 2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചേക്കായിരുന്നു. അതിന് ഇനി ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ തിരിച്ചു മറിച്ചു വിട്ടിട്ട് കുക്ക് ആവണം വരെ ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മൾ വെറുതെ വേവിച്ചിട്ടുള്ള ബട്ടർ ചിക്കനും ഇങ്ങനെ ഗ്രില്ല് ചെയ്തിട്ടും ഫ്രൈ ചെയ്തിട്ടുള്ളതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, എല്ലാത്തിനും വേറെ ടേസ്റ്റാണ്. അപ്പൊ ഇതുപോലെ പാനിൽ ഗ്രില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബട്ടറിന്റെ ടേസ്റ്റ് ചിക്കനിൽ പിടിക്കുകയും ചെയ്യും, നല്ല മാരിനേഷനൊക്കെ ഇടുമ്പോൾ തന്നെ ഉണ്ടാവും. അതുകൂടാതെ ആ ഒരു ഗ്രില്ലിന്റെ ടേസ്റ്റ് നമ്മുടെ ചിക്കന് ശരിക്കും ഉണ്ടാവും. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുന്ന ടൈമിൽ അതേ ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഇങ്ങനെ ചിക്കനെ ഗ്രില്ല് ചെയ്തിട്ട് ഇപ്പൊ ഈ പാനിൽ തന്നെ ഗ്രില്ല് ചെയ്യണമെന്നില്ല, നമുക്ക് ഓവനിൽ വേണമെങ്കിൽ ഓവനിലും ഗ്രില്ല് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഓവൻ ഉണ്ടാവണമെന്നില്ല, അതുകൊണ്ടാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റാവുന്ന രീതിയിലൊരു മെത്തേഡാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുത് കേട്ടോ. ഇതാ നമ്മൾ ഈ പാനിൽ വളരെ കുറച്ച് ബട്ടറേ ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ ഈ പാൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ചു കൊടുത്താൽ ബട്ടറിനെ എല്ലായിടത്തേക്ക് ആക്കി കൊടുത്താൽ മതി. നമുക്കിത് മറിച്ചും തിരിച്ചുവിട്ട് ഗ്രില്ല് ചെയ്യാം. ഇതിന് ബട്ടറിന് പകരം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലും ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ ഒന്ന് ഗ്രില്ലായി വരുന്ന സമയങ്ങളിൽ നമുക്ക് വേറെ കുറച്ച് പരിപാടികൾ ചെയ്യാം. പിന്നെ ചിക്കൻ ഇട്ട് കൊടുക്കാം, അപ്പോൾ വേഗം നമുക്കിത് ഗ്രില്ലായി കിട്ടും. ഇത് നിങ്ങൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഗ്രില്ല് ചെയ്താൽ മതി. അപ്പോൾ ഒരുപാട് തീ കുറച്ച് വിടണ്ട, ഒരുപാട് തീ കൂട്ടി വിടണ്ട. അപ്പോൾ ഉള്ളു വെന്ത് നന്നായിട്ട് ഗ്രില്ലായി കിട്ടിക്കോളും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാൻ ഇപ്പോൾ ഒരു ലോട്ട് ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഇത് ഫുള്ള് ഗ്രില്ലായതിന് ശേഷം ഇത് മറിച്ചും തിരിച്ചിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പരിപാടികൾ ചെയ്യാം. അതെന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ചിക്കൻ ഗ്രില്ലാവുന്ന ടൈം കൊണ്ട് നമുക്ക് ഈ 3 തക്കാളിയും നമ്മുടെ ഈ ബീട്രൂട്ടിൻ്റെ പീസും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചിട്ട് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കുക, കുരുവും തൊലിയും ഒന്നും ഇല്ലാതെ. ഇത് നമുക്ക് വേണമെങ്കിൽ ചൂടുവെള്ളത്തിൽ ഒന്ന് ഇട്ടിട്ട് ബ്ലാൻഡ് ചെയ്തിട്ട് തൊലി കളഞ്ഞിട്ട് വേണമെങ്കിലും അരയ്ക്കാം. അതിനേക്കാൾ എളുപ്പം മെത്തേഡാണ് നമ്മൾ ഡയറക്റ്റ് അരച്ചാൽ മതി. കാരണം നമ്മൾ ഈ ഗ്രേവി കുക്ക് ചെയ്യണോണ്ട് തക്കാളിയുടെ പച്ചച്ചോയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയും ചെയ്യും ഇങ്ങനെയും ചെയ്യാം. ഞാൻ ഏറ്റവും ഈസി മെത്തേഡാണ് കാണിക്കണേ. അതുകൂടാതെ ഈ ഒരു സവാള ഉണ്ടല്ലോ, ഒരു ചെറിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു സവാളേനെ നമുക്ക് ഏതെങ്കിലും ഒരു ഓയിലിൽ ജസ്റ്റ് ഒന്ന് വഴറ്റാം. പച്ചച്ചോവ മാറണ വരെ, വല്ലാണ്ട് ബ്രൗൺ ഒന്നും ആവണ്ട, ജസ്റ്റ് ട്രാൻസ്പാരന്റ് ആവണ വരെ വഴറ്റിയിട്ട് ചൂടാറുമ്പോൾ ഇതൊന്ന് അരച്ച് വെക്കാം. അപ്പോൾ ഈ ചിക്കൻ ഗ്രില്ലാവുന്ന ടൈം കൊണ്ട് ഇത് രണ്ടും നമുക്ക് ചെയ്ത് വെക്കാം. നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമുള്ള 2 സംഭവങ്ങൾ നമുക്ക് റെഡിയാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഉണ്ടല്ലോ നന്നായിട്ട് അടിച്ചിട്ട് അരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബീട്രൂട്ട് ചേർത്ത് അടിച്ചുകൊണ്ടാണ് ഈ കളർ കിട്ടിയത്. അതുപോലെ തന്നെ ആ ഒരു കുഞ്ഞി സവാള ഞാൻ നന്നായിട്ട് വഴറ്റിയിട്ട് അരച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കോഴി ഗ്രില്ല് ചെയ്തിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ബട്ടർ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ ഒരു പാനിലേക്ക് നമ്മുടെ 2 ടേബിൾ സ്പൂൺ ബട്ടറും പിന്നെ ഗ്രില്ല് ചെയ്തപ്പോൾ കുറച്ച് ചിക്കനിൽ നിന്ന് ബാക്കി ബട്ടർ ഉണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ 1.5 ടേബിൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ അരച്ച് പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ ചെറിയ തീയിലാക്കി കാണിച്ചു. ഇതെല്ലാം ചെയ്യണത് ചെറിയ ഫ്ലെയിമിലിട്ടാൽ മതി. നമ്മുടെ ബട്ടറിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചച്ചോവ ഒന്ന് മാറണം. ചെറിയ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം, കാരണം കരിഞ്ഞൊട്ടും പോയത് നമ്മുടെ ഗ്രേവിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇത് ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ ബട്ടറിൽ കിടന്ന് നന്നായിട്ട് മൂക്കണം. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും മൂത്തിട്ടുള്ള. ആ
ആ സമയത്താണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്തുണ്ടല്ലോ സവാളയുടെ അരച്ച് വെച്ച പേസ്റ്റ് ഇല്ലേ, അതാണ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയുടെയും കൂടെ തന്നെ നമ്മുടെ സവാളയുടെ ആ ഒരു കുഞ്ഞി സവാള ഞാൻ വെറുതെ സൺഫ്ലവർ ഓയിലാണ് അത് വഴറ്റി അരച്ചത്. കാരണം ഇനി ബട്ടറിൽ കുറേ വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു ബട്ടറിൻ്റെ ഒരു അതിപ്രസരം കറക്കി വരരുതെന്ന് വിചാരിച്ചിട്ട് കുറച്ച് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് അത് വഴറ്റിയിട്ട് ചൂടാറിയപ്പോൾ അരച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്യുവറായിട്ട് ടൊമാറ്റോയുടെ പ്യൂരി തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സവാള ചേർത്ത് സ്റ്റെപ്പില്ലേ അത് മാത്രം നിങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ സവാള ഓൾറെഡി വഴന്നുകൊണ്ട് ഇതിന് പച്ചച്ചൊവയൊന്നും ഉണ്ടാവില്ല. ഇനി ഈ സമയത്ത് നമ്മൾ അളവ് പറഞ്ഞ 3/4 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും നമ്മുടെ ഉപ്പും, ഈ സവാളയിൽ ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചച്ചൊവ മാറണ സമയത്താണ് നമ്മൾ ടൊമാറ്റോയുടെ പ്യൂരി ചേർത്ത് കൊടുക്കുന്നത്. ഈ കറി ഇങ്ങനെ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ബട്ടറൊക്കെ ഇങ്ങനെ വന്നോളൂ കേട്ടോ. കണ്ടോ, ഇത് നമ്മുടെ സവാള വഴന്ന് വരുന്നതനുസരിച്ചിട്ട് നമ്മുടെ ബട്ടർ തെളിഞ്ഞ് വരും. ഒരുപാട് ബട്ടർ ചേർക്കേണ്ടി വരൂല, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചിലപ്പോൾ ഒരു മട്ടിപ്പ് ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ കുറേ നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്ന റെസിപ്പിയാണ്. പിന്നെ ഓരോ സാഹചര്യങ്ങളുകൊണ്ട് ഇങ്ങനെ നീണ്ടു പോയതാണ് ഈ കറി. ഞാൻ ചെയ്യുമ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറയാറുള്ള ഒരു കറിയാണ്. ഇതാ സവാള നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി മൂത്തു, നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. മുളക് പൊടിയും മൂത്തിട്ടുണ്ട്. ചെറുതായിട്ട് എനിക്ക് ചുമയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് വഴന്നേ. ഈ സമയത്ത് നമ്മുടെ ടൊമാറ്റോയുടെ പ്യൂരി, നമ്മൾ ബീറ്റ്റൂട്ട് ചേർത്ത് അരച്ച് വെച്ച് ടൊമാറ്റോയുടെ പ്യൂരി, നമ്മളിങ്ങനെ കളർ ചേർക്കുന്ന എന്ത് സംഭവമാണെങ്കിലും ഉണ്ടല്ലോ, ഇതുപോലെ തക്കാളി ചേർക്കുകയാണെങ്കിൽ അതിൽ ബീറ്റ്റൂട്ട് ചേർത്ത് അരക്കുകയാണെങ്കിൽ ഇതുപോലെ കളർ കിട്ടൂട്ടോ. ഞാൻ അങ്ങനെയാണ് നോർമലി ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ എക്സ്ട്രാ ഫുഡ് കളർ ഒന്നും ചേർക്കണ്ട. ബീറ്റ്റൂട്ട് അല്ലേ, വേറെ കേടൊന്നുമില്ല. എന്നിട്ട് ഈ ഗ്രേവി ഇപ്പം ഈ സമയത്ത് നമുക്കൊന്ന് തീ കൂട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തക്കാളി തിളച്ച് വന്ന സമയത്ത് ഞാനൊരു 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ അളവ് പറഞ്ഞതിൽ പകുതി കസൂരി മേത്തി ഇട്ടിട്ടുണ്ട്. പിന്നെ ഗരം മസാല ഒരു 3/4 ടീസ്പൂൺ അളവ് പറഞ്ഞതിൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കൂടാതെ ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോരാത്ത ഉപ്പ് വേണമെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്താലും മതി. ഇനി ഞാൻ വേറൊരു കാര്യം അളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഈ തക്കാളിയുടെ പുളിയുടെയും എല്ലാത്തിൻ്റെ ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഈ സമയത്താണ് നമ്മൾ ചേർക്കണത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തിളച്ചുകൊണ്ടിരിക്കണം, നല്ല തിളച്ചുകൊണ്ടിരിക്കണം വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. നമ്മുടെ കറിയുടെ ഗ്രേവിക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർക്കുക. ഒരുപാട് വേണമെന്നില്ല, മാക്സിമം 1 കപ്പ് മതി. 1/2 മുതൽ 1 കപ്പ് വരെ നമുക്ക് വെള്ളം മതി. ഇപ്പം ഞാൻ നല്ല ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഒരിക്കലും നിങ്ങൾ പച്ചവെള്ളം ഒരു കറിയിലേക്കും ചേർക്കരുത്, നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഇതാ 1 കപ്പ് ചൂടുവെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ, നല്ല തിളച്ചിരിക്കുന്ന ചൂടുവെള്ളം. ഈ സമയത്ത് നന്നായിട്ടൊന്ന് തീ കൂട്ടി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അതിന് ശേഷം നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കണ്ടോ, നമ്മുടെ ചിക്കൻ ഇതിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്നുണ്ട്. ഇനി ഈ ചിക്കൻ എന്തെങ്കിലും വേവാനുണ്ടെങ്കിൽ ഈ ഗ്രേവിയിൽ കിടന്നൊന്ന് വേവണം. ചിക്കൻ്റെ ഫ്ലേവർ കറിയുടെ ഫ്ലേവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് മൂടി വെച്ചിട്ട് നമ്മളൊരു 7 മുതൽ 10 മിനിറ്റ് വരെ കറി തിളപ്പിക്കാം. മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ചാൽ മതി. ഒരു 7 മുതൽ 10 മിനിറ്റ് വരെ കേട്ടോ. ഇപ്പോൾ വെയിറ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ബാക്കി പ്രൊസീജിയർ ചെയ്യാം. അപ്പം നമ്മുടെ ഗ്രേവിയിൽ കിടന്ന് നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഞാൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. പിന്നെ ബാക്കി അളവ് വന്നിട്ടുള്ള ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കസൂരി മേത്തി പൗഡർ അതും ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലേവറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഇറങ്ങട്ടെ. ഇനി കുറച്ച് കഴിയുമ്പോൾ ബട്ടറൊക്കെ നല്ല തെളിഞ്ഞ് വരും. ഇനി ഇത് ചേർത്തു 1 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ കസൂരി മേത്തിയും ഗരം മസാലയും ചേർത്തിട്ട് ആ ഫ്ലേവറൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടല്ലോ ഒരു 3/4 കപ്പ് ഫ്രഷ് ക്രീമിലേക്ക് നമ്മളൊരു കുറച്ചെടുത്ത് വെച്ചില്ല, ഒരു 1/2 കപ്പ് കാഷ്നട്ട്, അത് നന്നായിട്ട് അരച്ചതാണ്. അത് നമ്മുടെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ ഗ്രേവി നല്ല തിക്കാനായി വരും. ചേർത്ത് കൊടുക്കാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുന്നത് യൂണിഫോം ആയിട്ട് എല്ലാത്തേക്കും ഒരേപോലെ ആയി കറി നല്ല തിക്കനായി വരും.
അപ്പോൾ ഞാൻ കറി ഒരു 5 മിനിറ്റ്സ് തിളച്ചതിന് ശേഷം ഒരു സെർവിങ് ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാൻ ഫുൾ പ്രൂഫ് റെസിപ്പി, ഇത് നന്നായിട്ട് വരും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ബട്ടർ ചിക്കനാണ്. നിങ്ങൾക്ക് ഗസ്റ്റ് വന്നാലും വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റാർ ആവാൻ പറ്റുന്ന ഒരു ബട്ടർ ചിക്കനാണ്. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം കമൻറ്റ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. താങ്ക് യു.